നമുക്കറിയാം, ഒരു പാവപ്പെട്ടവൻ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുക, എല്ലാവരോടും പുഞ്ചിരിക്കുക. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാൻ പോകുമ്പോൾ നമ്മൾ പറയും, പടച്ചവനോ എന്തൊരു നല്ല മനുഷ്യനെയെന്ന്, അവനെല്ലാവർക്കും ഒരു ഉപകാരിയെന്ന്. ആരെ കണ്ടാലും അവൻ നല്ല വാക്ക് പറയുന്നു. പടച്ചവനെ അവന് സ്വർഗീയ ജീവിതം കൊടുക്കണേ. നാട്ടിലുള്ളൊരു പ്രമാണി ആർക്കും 10 കാശ് കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ള നിലയിൽ എല്ലാവരും അയാളെ ബഹുമാനിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാൻ വരുമ്പോൾ ആളുകൾ പറയും, കിടപ്പ് കണ്ടില്ലേ, എന്താപ്പോൾ അവസ്ഥ, എത്ര കോടികൾ ഉണ്ടാക്കി, എന്തോണ്ട് കാര്യമുള്ളത്, എന്താ ഇപ്പോൾ കൊണ്ടുപോയത് 3 കഷ്ണം തുണി. 6 അടി കബറ് കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കിടക്കണമെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥന നമുക്ക് വേണം. മനുഷ്യനെ സഹായിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ഒരു വഴി നമ്മൾ കൊടുക്കൂല, ഒരു വെള്ളം നമ്മൾ കൊടുക്കൂല. അതെല്ലാം എൻ്റേത് എന്നുള്ള മാത്രം ചിന്തയിലാണ് ജീവിക്കുന്നത്. ഇത് കണ്ട് പഠിക്കണ നമ്മളെ മക്കൾ തീർച്ചയായിട്ടും അവർക്ക് സമ്പത്തിന് മാത്രമാണ് സ്നേഹം ഉണ്ടാകുക. എത്രയോ കുടുംബത്തിൽ മനുഷ്യന് ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടും. ആ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പാഠങ്ങൾ ഇതെല്ലാം നമുക്കുള്ളതാണെന്ന് മാത്രമാണ്. അവസാനം ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളിൽ ഓരോരുത്തരും ഇത് നമ്മളെ സമ്പത്താണ്, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കൾ, അനിയനെന്നോ ഏട്ടനെന്നോ പെങ്ങളെന്നോ ആങ്ങളെന്നോ ഒന്നും ഉണ്ടാവില്ല. ആ സ്നേഹം ഒരാൾക്കും ഉണ്ടാവില്ല. അവരൊക്കെ മനസ്സിൽ സമ്പത്ത് എന്നുള്ള ഒരൊറ്റ ചിന്തയിക്കാരം. അതേ അവസരത്തിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ കോളേജും ഡിഗ്രിയൊക്കെ കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് നമുക്ക് കാരുണ്യം, മറ്റുള്ളവൻ്റെ വേദന എന്താ, വിശപ്പെന്താ, ബുദ്ധിമുട്ട് എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ ഡിഗ്രി, ആ ഡിഗ്രി അവൻ അറിയാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വഴിവയ്ക്കൂല. നാളെ നമ്മൾ മരിച്ചു പോയാലും നമ്മളെ മക്കൾ ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ഒരു അംശം നമ്മളെ കബർക്ക് കിട്ടുമെന്ന് യാതൊരു സംശയമില്ല. ജീവിതത്തിൽ പാടാക്കുക. ഒരുപാട് ഏക്കർ കണക്കിൽ ഭൂമിയുള്ള ആളുകളുണ്ട്, 1 സെൻറ്റ് കൊടുക്കാൻ മടിക്കുകയാണ്, എന്നാലോ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണില്ല. എത്രയോ ആളുകൾ കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ സ്വത്ത്, കുറേ ബാലൻസ് ഡിപ്പോസിറ്റ് ബാങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വന്നാൽ ഗേറ്റ് പൂട്ടിയിടുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. നമ്മളൊരു വിരുന്നുകാരായ നമ്മളൊക്കെ ഓർക്കേണ്ടതല്ലേ, ഒന്നുമില്ല, നമ്മൾ വെറും യാത്രക്കാരാണ്. പക്ഷേ ഓരോരുത്തരെ കണ്ണീരൊപ്പിയാലേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം, ആ ഒരു പുഞ്ചിരി, അത് നമുക്ക് വല്ലാത്തൊരു സുഖം കിട്ടും. മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം. നമുക്ക് ഏതൊരു യാത്ര എവിടെ പോകണമെങ്കിലും ആ അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും. എത്രയോ എൻ്റെ അനുഭവമാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ ദുനിയാവിൽ മുഴുവൻ പോണ ആളാണ്. ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല.